ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 6. ഇന്നത്തെ 24/7 കണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും വി ഫെൽറ്റ് ബാഡ് ഫോർ ജിൻഡോ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം അദ്ദേഹത്തിനെതിരെ അത്രമാത്രം എന്താ പറയുക അലിഗേഷൻസ് ആണ് അദ്ദേഹത്തിനെതിരെ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ മത്സരാർത്ഥികൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ടായത്. മെയിനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ ഗബ്രി തന്നെയായിരുന്നു. അദ്ദേഹം ഗബ്രി എല്ലാം പെർഫെക്റ്റായ വ്യക്തി എന്ന രീതിയിലാണ് നമ്മളെ ജിൻഡോയ്ക്കെതിരെ ഓരോ ആരോപണങ്ങളും മുമ്പോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുറകെ ചെന്ന് അദ്ദേഹത്തിനെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരുപാട് പ്രവൃത്തികൾ നമ്മളന്ന് 24/7 നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഫൈനലി അടി പൊട്ടുമെന്ന് ഉറപ്പ് വന്നപ്പോൾ നമ്മളെ ബിഗ് ബോസ് തന്നെ ഇടപെട്ട് അനാവശ്യമായ ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ അനാവശ്യമായ ഒരു വ്യക്തിയുടെ പിന്നിൽ പോയിക്കൊണ്ട് പ്രൊവോക്കേഷൻ ചെയ്യാൻ, അതും ഒരു പണിഷ്മെൻറ്റിന് ഇടയാണ് ഒരു കാരണമായി മാറുമെന്നുള്ളൊരു വാർണിംഗ് ഗബ്രിക്ക് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. കാരണം ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു ഗബ്രി സത്യം പറഞ്ഞാൽ കിട്ടുന്ന അവസരങ്ങളൊക്കെ തന്നെ ജിൻഡോയ്ക്കെതിരെ പ്രയോഗിക്കാറുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ മിക്ക മത്സരാർത്ഥികളും ജിൻഡോയെ മാറ്റി നിർത്തി എന്താ പറയുക അദ്ദേഹത്തിനെ മോശക്കാരനായ രീതിയിൽ ചിത്രീകരിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ പവർ ടീമിൽപ്പെട്ട അർജുൻ ആണെങ്കിലും അല്ലെങ്കിൽ രാഷ്മിൻ ആണെങ്കിലും ഒക്കെ തന്നെ കിട്ടുന്ന അവസരങ്ങളൊക്കെ തന്നെ ജിൻഡോയ്ക്കെതിരെ പ്രയോഗിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം നമ്മൾ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പറയുന്നില്ല ജിൻഡോ ഒരു 100% പെർഫെക്റ്റ് ആയ വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതൊക്കെ തന്നെ കറക്റ്റായ കാര്യങ്ങളാണെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സംസാരിക്കുമ്പോൾ ഒരുപാട് തെറ്റുകളും ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം തീർച്ചയായും അദ്ദേഹം ഒരു വൺ മാൻ ആർമി ആണെന്ന് തീർച്ചയായും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എത്രമാത്രം പ്രൊവോക്ക് ചെയ്തിട്ടും കൺട്രോൾ വിടാതെ പിടിച്ചു നിൽക്കാൻ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. കാരണം അത്രമാത്രം മോശമായ പ്രയോഗങ്ങൾക്കാണ് അദ്ദേഹത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ആ ടാസ്കിനിടയിൽ അത് അയൺ ചെയ്ത ഡ്രസ്സുകളൊക്കെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളെ ഗബ്രി അദ്ദേഹത്തിനെ നാറി എന്ന് വിളിച്ച്, പക്ഷേ അത് ആർക്കും ഒരു പ്രശ്നമല്ല. പക്ഷേ ആ ഒരു സമയത്ത് അദ്ദേഹം പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയി അച്ഛനോട് അവരെ വിളിച്ചോടാ എന്ന് പറയുന്നതാണ് എല്ലാവർക്കും വലിയ പ്രശ്നമായി തോന്നിയത്. ആ ഒരു സെക്കൻഡ് മുതൽ പിന്നീട് ത്രൂ ഔട്ട് ഗബ്രി വളരെ മോശമായ രീതിയിലാണ് ജിൻഡോയെ മറ്റു മത്സരാർത്ഥികളുടെ ഇടയിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ തോന്നുന്നു. അദ്ദേഹം ടച്ച് ചെയ്യുന്നതിനെ കുറിച്ച് ബാഡ് ടച്ച്, അത്തരത്തിലുള്ള ഒരു തെറ്റായ ഒരു സംഭാഷണങ്ങളൊക്കെ ജാസ്മിനുമായി അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വളരെ വളരെ മോശമായ പല വേർഡ്സും ഉപയോഗിച്ച് പൊട്ടൻ, മണ്ടൻ, അങ്ങനെ അതൊക്കെ ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ കരിയറിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെ വേറെ രീതിയിൽ ചിത്രീകരിക്കാൻ ഗബ്രി വളരെ കഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതുപോലെ തന്നെ രാഷ്മിനാണെങ്കിലും ജിൻഡോയെ കിട്ടുന്ന അവസരത്തിലൊക്കെ ജിൻഡോയ്ക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ ഒഴിവാക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്ന റൂമിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ചോദിച്ചിരുന്നു, അത് ജിൻഡോയെ ജഡ്ജാക്കാനുള്ള തീരുമാനം നിങ്ങളെടുത്തതാണോ അതോ അദ്ദേഹം നിങ്ങളോട് ആവശ്യപ്പെട്ടതാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു. കാരണം അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ജഡ്ജ് ആവണമെന്ന് എന്ന തരത്തിലുള്ള ഒരു കമൻറ്റ് അവിടെ പാസ്സാക്കുന്നുണ്ടായിരുന്നു. കിട്ടുന്ന അവസരം മുതലെടുക്കുന്ന പോലെയാണ് എനിക്ക് ആ ഒരു കോൺവെർസേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ജിൻഡോ ഒറ്റയ്ക്കാണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം മിക്ക മത്സരാർത്ഥികളും അദ്ദേഹത്തിനെതിരാണ്. ആരും തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളും മിസ്റ്റേക്സ് ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും ഒരു വ്യക്തികൾ പോലും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ഇല്ല എന്ന് പറയുന്നതിൽ ഒരുപാട് വിഷമമുണ്ട്. അതുപോലെ തന്നെ ജാൻമൻ ജാൻമൻ എന്ന് പറയുന്ന പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും അദ്ദേഹം വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ വന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു രംഗം നമ്മൾ ഇന്നത്തെ 24/7 കണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയിലൂടെ തന്നെ ആയിരിക്കും ജിൻഡോ കടന്നു പോകുന്നത്. മത്സരാർത്ഥികൾ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയാൽ തീർച്ചയായും പ്രേക്ഷകർ അദ്ദേഹത്തെ ഏറ്റെടുക്കും എന്നതിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം അത്രമാത്രം ഇന്നത്തെ എപ്പിസോഡിൽ നല്ലൊരു അത്രമാത്രം ഗബ്രി അദ്ദേഹത്തിന് ഇന്ന് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. തീർച്ചയായും ഇതൊരു വലിയൊരു ടോപ്പിക്കായി മാറും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ ഇതൊരു സംസാര വിഷയമായില്ലെങ്കിൽ തീർച്ചയായും അത് ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് പറ്റുന്ന ഒരു വീഴ്ചയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് വേറൊരു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ടച്ച് ചെയ്യുന്നതൊക്കെ വളരെ മോശമായ ഒരു ഇൻറ്റൻഷനിലൂടെയാണ് എന്നൊക്കെയാണ് ഗബ്രി ജാസ്മിനോട് സംസാരിക്കുന്ന ചില ഭാഗങ്ങൾ നമ്മൾ ബിഗ് ബോസിൽ കണ്ടത്. തീർച്ചയായും ഇത്
ഈ ഒരു വിഷയം തീർച്ചയായും ബിഗ് ബോസ് എടുത്ത് സംസാരിക്കണം, ലാലേട്ടൻ എടുത്ത് സംസാരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയേണ്ടത്. അതുപോലെ തന്നെ അദ്ദേഹം ആ ലിവിങ് ഏരിയ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പുറകെ നടന്ന് അദ്ദേഹത്തിന് പ്രൊവോക്ക് ചെയ്യുകയാണ് നമ്മൾ ഗബ്രി ചെയ്തുകൊണ്ടിരുന്നത്. ആരും തന്നെ അതിനെതിരെ ഒരു വാക്ക് പോലും പറയുന്നില്ല എന്നതാണ് വളരെ വളരെ ദുഃഖകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. സോ തീർച്ചയായും ഇതിങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ തീർച്ചയായും ഒരു എന്താ പറയുക, നമ്മൾ ജിൻഡു നല്ല രീതിയിലുള്ള സപ്പോർട്ട് തീർച്ചയായും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നതിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം അദ്ദേഹം 100% ഒരു പെർഫെക്റ്റ് ആയ പേഴ്സൺ അല്ലെങ്കിൽ പോലും ബിഗ് ബോസ് സീസൺ 6 ഒരു നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ്, നല്ലൊരു ഗെയിമർ ആണെന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അദ്ദേഹത്തിൻ്റെ സംസാര രീതിയിൽ പല മിസ്റ്റേക്സും ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും ഗെയിം എന്ന രീതിയിൽ ഗെയിമായി തന്നെ അദ്ദേഹം കാണുന്നുള്ളൂ. നല്ലൊരു മത്സരാർത്ഥിയാണ്. തീർച്ചയായും പ്രേക്ഷകരുടെ പിന്തുണ തീർച്ചയായും അദ്ദേഹത്തിന് ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്